സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇത് ആദ്യമേ തന്നെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും വിവാഹം കഴിക്കുന്ന ആളുകളൊക്കെയാണ്. നിങ്ങളോടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങൾ ഓരോരുത്തരും വിവാഹം കഴിച്ചത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? നിങ്ങളുടെ വിവാഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന ഉദ്ദേശശുദ്ധി എന്താണ് എന്നൊന്ന് ചിന്തിക്കുക. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച വീഡിയോ ഇറക്കാൻ സാധിച്ചിട്ടില്ല. അത് പല തരത്തിലുള്ള തിരക്കുകൾ മൂലം സാധിക്കാതെ പോയതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം: നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ചാനൽ? ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചവർക്കാണ് ഈ വെള്ളിയാഴ്ച എൻ്റെ വീഡിയോ വന്നില്ലെന്ന് മനസ്സിലായത്. അപ്പോൾ ഉടനെ തന്നെ അച്ഛൻ എന്ത് പറ്റി, ഈ ആഴ്ച വീഡിയോ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ മനസ്സിനൊരു ആനന്ദം നൽകുന്ന ഒരു കാര്യം. കാരണം എന്നെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ടല്ലോ എന്ന ഒരു പ്രതീക്ഷ എനിക്ക് വീണ്ടും കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കൂടി നിങ്ങൾ മനസ്സ് കാണിക്കുക. അധികം സമയമൊന്നും എടുക്കില്ല, ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു അച്ഛൻ ഇതുപോലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കൊരു സന്തോഷമാണ്. അതല്ല, മറ്റുള്ളവരിലേക്കും ഈ ഒരു സന്ദേശം എത്തുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും അതിലൂടെ ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. ഓക്കെ, നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാനുണ്ടായ ഒരു കാരണം ആദ്യമേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു സഹോദരൻ എനിക്ക് ഇട്ട ഒരു വോയിസ് നോട്ടിലൂടെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തത്. അച്ഛാ, ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അച്ഛൻ അവതരിപ്പിക്കുമോ? വിഷയം മറ്റൊന്നുമല്ല, വിവാഹം കഴിക്കുന്നവർ പണത്തെയാണോ കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കുന്നത്? കാരണം ധനമുഖത്തോടു കൂടെ വിവാഹം കഴിക്കുന്നവർ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ ജോലി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് കണ്ടുകൊണ്ട് വിവാഹം കഴിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എന്നോട് പറഞ്ഞത്. മറ്റൊന്നുമല്ല, കാരണം അതിലൂടെ അദ്ദേഹം ഒത്തിരിയേറെ സഹിക്കുന്നുണ്ടെന്ന് ആ വാക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു. കാരണം അദ്ദേഹത്തെ വിവാഹം കഴിച്ച പെൺകുട്ടി നോക്കിയത് ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജോലിയായിരിക്കാം. ആ ജോലിയിൽ ഒത്തിരിയേറെ തകർച്ചകളുണ്ടായപ്പോൾ, ആ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പതിയെ ആ സ്നേഹബന്ധത്തിൽ വന്ന വിള്ളലുകൾ ആയിരിക്കാം ഒരുപക്ഷെ ആ വ്യക്തി എന്നോട് ഈ ഒരു റിക്വസ്റ്റ് നൽകുവാൻ ഇത് കാരണമായി മാറിയത്. നിങ്ങളും ഒന്ന് ആലോചിച്ചു. ഞാൻ തുടക്കത്തിൽ ചോദിച്ച ആ ഒരു ചോദ്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ വിവാഹം കഴിച്ചത് എന്ത് ഉദ്ദേശത്തോടെയാണ്? ആ വ്യക്തിയെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ആണോ നിങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയത്? അതോ ആ വ്യക്തിയുടെ കുടുംബ മഹിമയ്ക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകി? വ്യക്തികളെക്കാൾ ഉപരിയായി കുടുംബ മഹിമയ്ക്കും ആ വ്യക്തിക്കുണ്ടാകുന്ന ഈ ഒത്തിരിയേറെ സമ്പത്തിലുമാണോ നിങ്ങളുടെ കണ്ണ് ഉടക്കിയത്? അതൊന്ന് മനസ്സിരുത്തി വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒത്തിരിയേറെ വിവാഹ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിവാഹത്തിൻ്റെ കാരണമായി നിൽക്കുന്നത് എന്തൊക്കെയാണ് എന്ന് സ്വയം ചോദിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്നുമല്ല, ചില വ്യക്തികൾ വിവാഹം കഴിക്കുമ്പോൾ ആദ്യം നോക്കുക ആ വ്യക്തി നല്ലവനാണോ എന്നല്ല, മറിച്ച് ആ വ്യക്തിക്ക് എന്തൊക്കെയുണ്ട്. സ്വന്തമായി വീടുണ്ടോ, നല്ലൊരു ജോലിയുണ്ടോ, കുടുംബ മഹിമയുണ്ടോ, കാറുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും അവർ മനസ്സിലേക്ക് വരും. കാരണം എൻ്റെ കൂടെയുള്ള വ്യക്തികളെ കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു വ്യക്തിയാണോ അത്? ഞാൻ വലിയൊരു കാറിൽ നടക്കുമ്പോൾ എൻ്റെ അയൽപക്കക്കാർ എന്തായിരിക്കും അതിനെക്കുറിച്ച്, അവളുടെ ഒരു ഭാഗ്യം, അവൾക്ക് കിട്ടിയ ചെക്കനെ കണ്ടോ, ഒത്തിരിയേറെ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് കിട്ടിയത്, അങ്ങനെ പറഞ്ഞ് തന്നെക്കുറിച്ച് ഒത്തിരിയേറെ സംസാരിക്കാൻ ഇടവരും. അങ്ങനെയൊക്കെ ചിന്തയോടുകൂടി വിവാഹം കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യാതെ അതിലെന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ, അതിലെന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ ആ നിമിഷം വിവാഹ ബന്ധം അവിടെ ഇല്ലാതാവും. കാരണം വിവാഹം എന്ന കൂദാശയെക്കുറിച്ച് സഭ വളരെ മനോഹരമായിട്ട് പറയുന്ന കാര്യം എന്താണ്? ഇത് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു കൂദാശയാണ്, അല്ലെ? രണ്ട് കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾ ഒന്നായി തീരുന്ന ഒരു കൂദാശ, ഒരേ ശരീരമായി തീരുന്ന ഒരു കൂദാശയാണ് വിവാഹം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മറ്റ് ബാഹ്യമായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ വിവാഹബന്ധത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വിവാഹബന്ധത്തെ ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യം സ്നേഹമാണ്, അല്ലെ? സ്നേഹമില്ലാതെ ഒരു വിവാഹവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ സ്നേഹബന്ധത്തിൽ അടിയുറച്ചതൊന്നായിരിക്കണം. ഈ സ്നേഹത്തോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊന്നാണ് പരസ്പര ബഹുമാനം ഉണ്ടാകുക, അല്ലെ? പരസ്പരം ബഹുമാനിക്കുന്നവരായിട്ട് മാറും. ഒരാൾ പറയുന്നത് അംഗീകരിക്കാനും ആ ആളിലുള്ള കുറവുകളെ മനസ്സിലാക്കാനും ആ കുറവുകൾ പരിഹരിക്കാൻ ഞാനും കൂടെയുണ്ടെന്ന് ഉറപ്പ് നൽകാനും ആ പങ്കാളിക്ക് സാധിക്കണം. അങ്ങനെ പങ്കാളിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? പതിയെ ആ വിവാഹബന്ധത്തിൽ ഒത്തിരിയേറെ വിള്ളലുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വസ്തത എന്ന് പറയുന്നത്.
അല്ലെ? ഒരു വിവാഹ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കണം, എപ്പോഴും വിശ്വസ്തത പുലർത്തണം. ഒരിക്കലും തൻ്റെ പങ്കാളിയെ ചതിക്കാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനോ ഇടവരാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ഇരുത്തി ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കാം ഈ വ്യക്തി എന്നോട് ഇതുപോലെയുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം പറഞ്ഞ ഒരു റീസൺ അതാണ്, ഞാൻ ഒത്തിരിയേറെ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്, ഒന്ന് പരസ്പരം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ആളുടെ ഫോക്കസ് മുഴുവൻ എൻ്റെ സമ്പത്തിലായിരുന്നു, എൻ്റെ ജോലിയിലായിരുന്നു. ഇന്ന് എനിക്ക് ഒത്തിരിയേറെ തകർച്ചകളുണ്ട്, ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. അതെല്ലാം സഹിക്കാൻ പറ്റാതെ എനിക്ക് അവിടെ ഒരു ആശ്വാസം കണ്ടെത്താൻ എൻ്റെ ജീവിത പങ്കാളിയെ സമീപിക്കാൻ പറ്റുന്നില്ല. കാരണം ആളുടെ ഫോക്കസ് മുഴുവൻ ഇതിലായിരുന്നു. അതില്ലാതായപ്പോൾ മുതൽ എങ്ങനെയും ഈ ബന്ധം അവസാനിപ്പിക്കണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ കരിസ്വാനിലുള്ള സമയത്തും പലരും ഷെയർ ചെയ്ത ഒരു കാര്യം കൂടിയാണിത്. അവരുടെ വിവാഹ ബന്ധത്തിലെ വിള്ളലുകൾക്ക് ഏറ്റവും പ്രധാന കാരണമായി മാറിയത് എൻ്റെ ജോലിയാണ്. എൻ്റെ ജോലിയിൽ ഒരു വീഴ്ച ഉണ്ടായപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയ ആ സാഹചര്യത്തിൽ പിന്നീട് ഞങ്ങളുടെ വിവാഹ ബന്ധത്തിൽ ഒത്തിരിയേറെ വിള്ളലുകളുണ്ടായി. പ്രിയമുള്ളവരെ, 1 തിമോത്തിയോസ് 6:10 വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനത്തിന് പുറകെ പോകുന്ന വിശ്വാസത്തിന് വ്യതിചലിക്കാനും ഒട്ടേറെ പേർ തങ്ങളെ തന്നെ വിതകളാൽ മുറിപ്പെടുത്താൻ കാരണമായിട്ടുണ്ട് എന്നാണ് ആ ഒരു വചനത്തിൽ പറയുക. ഒന്ന് ആലോചിച്ച് പോകുക അല്ലേ? ആ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുമ്പോൾ ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, ധനമോഹം ആപത്താണ്, അപകടമാണ്, അത് നിന്നെ എല്ലാവിധ തിന്മകളിലേക്ക് നയിക്കും. അതിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖലയാണ് ഈ വിവാഹം എന്ന ഉദ്ദേശം. അവിടെയാണ് പരസ്പര സ്നേഹമില്ലാതെ, പരസ്പര ഐക്യമില്ലാതെ, പരസ്പര വിശ്വാസമില്ലാതെ വേർതിരിച്ചു പോകാൻ കാരണമായിട്ട് മാറുന്നത് ഈ ധനത്തോടുള്ള ആർത്തിയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ വിവാഹം കഴിച്ചത് ആ വ്യക്തിയെ കണ്ടിട്ടാണോ അതോ ആ വ്യക്തിക്കുള്ളത് കണ്ടിട്ടാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ വ്യക്തിയുടെ നല്ല മനസ്സാണോ, ആ വ്യക്തിയുടെ വിനയമാണോ, ആ വ്യക്തിയുടെ വിശ്വാസ ജീവിതം എന്താണ് എന്നെ ആകർഷിച്ചത്, അതോ ആ വ്യക്തിക്കുള്ള സമ്പത്താണോ എന്നെ ആകർഷിച്ചത്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, അതിൻ്റെ സ്വയമൊന്നും മനസ്സിലാക്കുക, വേണ്ട തിരുത്തലുകൾ വരുത്തി ആ സ്നേഹബന്ധം വളർത്തിയെടുത്ത് മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക. അതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം.